സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു മാസം. മറ്റുള്ള ചർച്ചകൾക്കിടയിൽ നമ്മുടെ ഈ മാസം മറന്നു പോകരുത്. അതിൻ്റെ അവസാന നാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാതിയും പിന്നിട്ട് കഴിഞ്ഞു. ഒരവലോകനം നടത്തി നോക്ക്. എന്ത് നേടി ഈ മാസത്തിൽ? 17 ദിവസമായല്ലോ. എന്തായിരുന്നു നമ്മുടെ ജീവിതം? ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യം, നമ്മുടെ നോമ്പിൻ്റെ കാര്യം, ഇബാദത്തുകളുടെ കാര്യം, ഖുർആൻ പാരായണത്തിൻ്റെ കാര്യം, സക്കാത്തിൻ്റെ കാര്യം, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും വിശുദ്ധി പാലിക്കേണ്ടുന്നതിൻ്റെ ആ കർത്തവ്യത നിർവഹിക്കുന്നതിൽ വിജയിച്ചുവോ പരാജയപ്പെട്ടുവോ ആലോചിക്കണം. ഇപ്പോഴും ക്രിക്കറ്റിൻ്റെയും അതേപോലെ തന്നെ കളിവിനോദങ്ങളുടെയും പേരിൽ പുണ്യമാക്കപ്പെട്ട രാവിന്റെ പ്രത്യേകമായ മിനിറ്റുകളും മണിക്കൂറുകളും ടിവിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് കളി കണ്ടുകൊണ്ട് സമയം കളയുന്ന ആളുകളുണ്ടാകും. ഇപ്പോഴും അടുക്കിയിട്ട കട്ടിലുകൾക്ക് നടുവിൽ ഞെങ്ങി ഞെരുങ്ങി നിന്നുകൊണ്ട് ളുഹറും അസറും അടക്കമുള്ള ജമാഅത്ത് നിസ്കാരങ്ങളൊക്കെ റൂമിൽ നിന്ന് നിസ്കരിക്കുന്ന അലസന്മാരെയും മടിയന്മാരെയും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ജമാഅത്ത് നമസ്കാരങ്ങളുടെ പ്രത്യേകത ഈ അവസരത്തിൽ പോലും മനസ്സിലാക്കപ്പെടാതെ ജമാഅത്തിൽ കൃത്യത പാലിക്കാത്ത എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. വെറുതെ നമ്മുടെ സമയം തള്ളി നീക്കുവാനുള്ളതല്ല. ആലോചിക്കണം. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധവും അതേപോലെ തന്നെ ഏതൊക്കെ നന്മകളുടേതായ ഒഴുക്കുകൾ റഹ്മാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ നഫഹാത്തുകൾ, അവന്റേതായ പുണ്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മാസത്തിൽ അതൊക്കെ നേടുവാൻ ഭാഗ്യമുള്ളവർക്കേ സാധ്യമാവുകയുള്ളൂ. അത് ഭാഗ്യമുള്ളവർ നേടും. ഭാഗ്യം കെട്ടവർക്കത് നേടാനാവാതെ അവർ തടയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാഗ്യം കെട്ടവരിൽ പെടണോ, ഭാഗ്യശാലികളിൽ ഉൾപ്പെടണോ? ആലോചിക്കുക, തീരുമാനമെടുക്കുക.